ലാൽകുമാറിലേക്കാണ്. ലാൽകുമാർ, അങ്ങനെ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ AICC സമ്മേളനം ചേർന്നാലുടൻ മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്ക് ആ പാർട്ടികളെ ആകെ നയിക്കാൻ കഴിയുന്ന കെൽപ്പുള്ള പാർട്ടിയായി തങ്ങൾക്ക് ആ പാർട്ടികൾക്കൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് പല വിമർശനങ്ങളുമുണ്ട്. ആ വിമർശനങ്ങളെല്ലാം ഇല്ലാതാവുകയും കോൺഗ്രസ് ഞങ്ങളെയൊക്കെ നയിക്കാൻ പറ്റിയ പാകത്തിന് രൂപപ്പെട്ടിരിക്കുന്നു എന്നൊരു ധാരണ ഈ ഒരൊറ്റ സമ്മേളനം കൊണ്ട് മറ്റു പാർട്ടികളിലേക്ക് പ്രസരിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് ചോദ്യം. അതിനു മുമ്പ് ഞാനൊരു കാര്യം, ഇന്നത്തെ മലയാള മനോരമ, കാരണം കോൺഗ്രസിനെ കുറിച്ചാകുമ്പോൾ മലയാള മനോരമ തന്നെ കോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ തന്നെ ഏറ്റവും മുകളിൽ വളരെ വിശാലമായി തന്നെ ഈ വിശാല പ്രവർത്തക സമിതിയെക്കുറിച്ച് വളരെ വിശാലമായി തന്നെ മനോരമ എഴുതിയിട്ടുണ്ട്. അതിലെ രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ ഈ യോഗത്തിൽ സംസാരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വാചകമുണ്ട്. ദളിത്, ആദിവാസി, OBC ന്യൂനപക്ഷങ്ങൾ തുടങ്ങിയവരുടെ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ പിന്മാറരുത്. അതിൽ ന്യൂനപക്ഷം എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ വഖഫ് ബില്ല് ലോക്സഭയിൽ വന്നപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി മിണ്ടിയത് പോലുമില്ല. അത് അദ്ദേഹം മറന്നുപോയതാണോ അതോ അദ്ദേഹത്തിന് ഇത് ബാധകമല്ലെന്നാണോ? എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ന്യൂനപക്ഷങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ പിന്മാറരുത്, പറയുന്നത് രാഹുൽ ഗാന്ധി. എന്നാൽ കോൺഗ്രസ് ആകെ ശക്തിപ്പെട്ടു എന്ന് മറ്റു പാർട്ടികൾക്ക് കൃത്യമായ ബോധ്യം പകരാൻ കഴിഞ്ഞു എന്ന് ശ്രീ N. ശ്രീകുമാർ പറയുകയും ചെയ്യുന്നുണ്ട്. ലാൽകുമാർ, ഇവിടെ നമ്മൾ ഈ അഭിഭാഷക വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ അതിന്റെ മാനിഫെസ്റ്റ് മീനിങ് അല്ലാതെ ലാറ്റൻ മീനിങ് എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞ സെന്റൻസിന് വളരെ പ്രാധാന്യമുള്ളൊരു സെന്റൻസാണ്. അത് ആ വാർത്ത വായിച്ചല്ലോ, ഞാൻ ആ വാർത്ത കണ്ടില്ല. അതിനകത്ത് പിന്മാറരുത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പിന്മാറുന്നു ഉണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? എന്നുവെച്ചാൽ എക്സ്പെക്റ്റഡ് ലൈനിൽ കോൺഗ്രസിന്റെ റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ അതിന്റെ നേതാക്കൾ, ലീഡർഷിപ്പ് ദളിത്, ആദിവാസി, മൈനോറിറ്റി വിഭാഗത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നൊരർത്ഥം അതിനകത്ത് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അല്ല എങ്കിൽ ഇങ്ങനൊരു സെന്റൻസ് അല്ല വരേണ്ടത്. കൂടുതൽ ശക്തിപ്പെടുത്തണം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പകരം പുറകോട്ട് പോകരുത്, ദാറ്റ് ഈസ് എ നെഗറ്റീവ് വേർഡ്, നെഗറ്റീവ്ലി വേർഡഡ് ആണ് ആ സെന്റൻസ്. അപ്പം നമ്മൾ കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കോൺഗ്രസ് എസ്പെഷ്യലി മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പം അവർ കാണിക്കുന്ന ഒരു ക്രിമിനൽ സൈലൻസ് ഉണ്ട്, അവർ പുലർത്തുന്ന ഒരു ക്രിമിനൽ സൈലൻസ് ഉണ്ട്. ആ സൈലൻസ് രാജ്യത്തെ ഈ രീതിയിൽ എത്തിച്ചതിനകത്ത് വലിയ പങ്കുണ്ട്. നോക്കൂ, വഖഫുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്കകത്ത് വ്യക്തമായി ശരത്തേട്ടനോട് പറഞ്ഞതാണ്, രാഹുൽ ഗാന്ധി ആ വിഷയത്തിൽ സംസാരിച്ചിരുന്നു എങ്കിൽ അതിന് കിട്ടാമായിരുന്ന നാഷണൽ അറ്റൻഷൻ വ്യത്യാസമായിരുന്നു. ഇപ്പൊ KC വേണുഗോപാലൊക്കെ എത്ര കൂട്ടിയാലും അത് കൂടില്ല. രാഹുൽ ഗാന്ധി ഇസ് എ ടോളർ, ബിഗർ ലീഡർ. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന വലിയ പാരമ്പര്യം ഉണ്ട് താനും. ഇവരുടെ ഭാഷയിൽ കൂടെ പറഞ്ഞാൽ ഭാരത് ജോഡോ യാത്ര നടത്തിയ, അല്ലെങ്കിൽ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ, അല്ലെങ്കിൽ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നടന്ന ആളുമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരാൾ എന്തുകൊണ്ട് ഒരു മൈനോറിറ്റി വിഷയത്തിൽ സംസാരിച്ചില്ല എന്നുള്ള സുപ്രധാനമായ ഒരു ചോദ്യം കൈരളിയിലെ ചർച്ചയിൽ നമ്മളെല്ലാം ഉന്നയിക്കുകയുണ്ടായി. അതിന് ആൻസർ കോൺഗ്രസിന് പറയാൻ പറ്റിയിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പരോക്കിയൽ ഇൻട്രസ്റ്റ് ആയ സ്റ്റേറ്റ് ഇൻട്രസ്റ്റ്, സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പ്, ആരൊക്കെ എവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, ആ തെരഞ്ഞെടുപ്പിന്റെ താല്പര്യം സംരക്ഷിക്കാൻ അവിടുത്തെ നേതാക്കന്മാരെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് അന്ന് ചെയ്തത്. അപ്പൊ കോൺഗ്രസിന് ഈ സ്റ്റേറ്റ് ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ ഒരു നാരോ ഇൻട്രസ്റ്റിന് മേളില് ഒരു നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ടുവരാൻ പലപ്പോഴും പറ്റിയിട്ടില്ല. അതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ആദ്യം പറയാനുള്ളത്. പിന്നെ ഇവിടെ വന്ന വിഷയം, ശ്രീകുമാരേട്ടൻ പറഞ്ഞു, ഗുജറാത്തിൽ നടക്കുന്ന ചർച്ചകളിൽ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട വിഷയമല്ല ചർച്ച ചെയ്യുന്നത്. ഉറപ്പായിട്ടും അല്ല, കോൺഗ്രസിന്റെ ഫോക്കസ് ആണ് കൂടുതൽ വേണ്ടത്. പക്ഷെ എന്റെ ചോദ്യം, കോൺഗ്രസിന്റെ ഫോക്കസ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ത്യ മുന്നണി വരത്തില്ലേ? കാര്യം കോൺഗ്രസ് ഇനി ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നിൽക്കേണ്ടത്, ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് എങ്ങനെ പ്രവർത്തിക്കണം? ഇത് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് ജയിക്കാനല്ലല്ലോ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉള്ളത്. ഈ രാജ്യത്തെ നരേന്ദ്രമോദിയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു മുന്നണിയിൽ ഫോർ ഫ്രണ്ടിലേക്ക് വന്ന് കളിക്കാൻ നിങ്ങൾക്കുള്ള റോൾ പറയുമ്പം ഇപ്പം നിങ്ങൾക്ക് എന്തായാലും തന്നെ അധികാരം കിട്ടാനുള്ള ഒരു സാധ്യതയും ഇപ്പൊ ഇല്ല. ഈ പറയുന്ന ലോകത്തുള്ള എല്ലാ പാർട്ടികളൂടെ ചേർന്ന ശേഷമാണ് അവർക്ക് 100-ലേക്ക് എത്താൻ കഴിഞ്ഞത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് ഇന്ത്യ അലയൻസ് ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും കോൺഗ്രസിന് ഈ പറയുന്ന ഇന്ത്യ അലയൻസിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന സ്ഥാനം കിട്ടില്ലായിരുന്നു. അങ്ങനെ നിൽക്കെ ഗുജറാത്തുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ നടക്കുന്ന ഇതിനകത്ത് ഇന്ത്യ മുന്നണിയുടെ ചർച്ച എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അത് നിങ്ങളുടെ എന്തുകൊണ്ടത് അതിൽ നിന്ന് വലിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് അടുത്ത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. 3, നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, അവര്
പുറകോട്ടാണ്. എന്താണോ ആപ്റ്റ് ആ പോയിന്റിൽ അവർ റിയാക്ട് ചെയ്തില്ല. യു ഹാവ് ടു റെസ്പോണ്ട് ടു സർട്ടൻ തിങ്സ് അറ്റ് ദ റൈറ്റ് പോയിന്റ്. അത് കോൺഗ്രസിന് ചെയ്യാറില്ല. ഇപ്പൊ നോക്കൂ, താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ സർദാർ പട്ടേലിനെ കൊണ്ടുപോയിട്ട് നാളുകളായി. സർദാർ പട്ടേലിനെ അവർ ഹൈജാക്ക് ചെയ്തു, ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി എന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയാം. ഇന്നത്തെ വിഷയം വിടൂ, ഇന്നിവിടെ ഗുജറാത്തിൽ ഹൈജാക്ക് ചെയ്ത വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ ഇത്ര കാലം ഈ പറയുന്ന സർദാർ പട്ടേലിനെ തിരിച്ച് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണെന്നും RSSനെ ബാൻ ചെയ്ത ആളാണെന്നും കേരളത്തിൽ ഇരുന്ന് പറയുന്നതല്ലാതെ ഒരു നാഷണൽ ലെവൽ, നാഷണൽ ഹെഡ്ലൈൻ വരത്തക്ക രീതിയിൽ ആരാണ് കോൺഗ്രസിൽ നിന്ന് പ്രതികരിച്ചത്? സത്യത്തിലില്ല. അങ്ങനെ പാർലമെന്റിൽ പ്രസംഗിച്ച പോലും ഇല്ല. അപ്പൊ BJPക്കാർ അടിച്ചുകൊണ്ട് പോയി എന്നുള്ള യാഥാർത്ഥ്യം സത്യമാണ്. സർദാർ പട്ടേൽ ഉറപ്പായിട്ടും കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ പാരമ്പര്യമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ചെറിയ ഒരു സ്ഥലത്ത് അവർ ഉപയോഗിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ശശി തരൂർ അതുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട പാർട്ടീഷന്റെ സമയത്ത് ഇന്ത്യയിലേക്ക് ഹിന്ദുക്കളെ അവർ അയക്കുകയാണ്. അപ്പം സർദാർ പട്ടേൽ നെഹ്റുവിനോട് പറഞ്ഞു, നമ്മൾക്ക് യു ഷുഡ് സെൻഡ് ഈക്വൽ നമ്പർ ഓഫ് ഹിന്ദുസ് ഫ്രം ഇന്ത്യ ടു പാകിസ്ഥാൻ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ശശി തരൂർ കോട്ട് ചെയ്യുന്നുണ്ട് സർദാർ പട്ടേലിനെ വെച്ച്. ഈ ഒരു ഹിന്ദു ട്രേസ് ആണ് അദ്ദേഹത്തിൽ BJP അട്രിബ്യൂട്ട് ചെയ്ത് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനല്ല. ഇത് ഈ പറയുമ്പോൾ തന്നെ അദ്ദേഹം വളരെ സെക്യുലർ ആയിട്ടൊരു മനുഷ്യനായിരുന്നു. ഒരു ഇമോഷണൽ പ്രശ്നത്തിലാണ് അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് നെഹ്റു അദ്ദേഹത്തെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഹൈജാക്ക് ചെയ്യപ്പെട്ടു പോയി അല്ലെങ്കിൽ പോയി എന്ന് കോൺഗ്രസ് അതിനുവേണ്ടി ഫൈറ്റിന് ഗുജറാത്തിൽ ഇറങ്ങി നിൽക്കുന്ന 10 വർഷം കഴിഞ്ഞിട്ടാണെന്നുള്ളതാണ് പ്രശ്നം. എല്ലാ വിഷയങ്ങളിലും അതാണ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, കോൺഗ്രസുമായി ബന്ധപ്പെട്ട് എന്നോട് ശരത്തേട്ടൻ മാധ്യമ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് വർഷങ്ങളായത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം, നരേന്ദ്രമോദി 2014 പ്രധാനമന്ത്രി ആയതിനു ശേഷം കോൺഗ്രസ് മുൻകൈയെടുത്ത് ലീഡ് ചെയ്ത ഒരു സമരം ഉണ്ടോ ഇന്ത്യയിൽ? കർഷക സമരം എന്നൊന്നും പറയരുതേ. ഒരു ഒറ്റ സമരം കോൺഗ്രസ് അവരുടെ തന്നെ ചിന്തയുടെ ഭാഗമായി എടുത്ത് ജനങ്ങളെ, ഇവര് ചെയ്തതിന്റെ റിയാക്ഷൻ അല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഇപ്പൊ CAA കൊണ്ടിരുന്നു, അതിനകത്ത് ഈ രാജ്യം മൊത്തം സമരം ചെയ്ത ആൾക്കാരാ, അത് കോൺഗ്രസ് ചെയ്ത സമരമല്ല. അങ്ങനെ അല്ലാതെ കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഒരു സമരം നടത്തണം, സത്യാഗ്രഹം ഇരിക്കണം, അല്ലെങ്കിൽ നിരാഹാര സത്യാഗ്രഹം ഇരിക്കണം എന്നൊന്നും തോന്നിയ ഏതേലും ഒരു കേസുണ്ടോ? എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയ ശേഷം ഒരു റൈറ്റ് അപ്രോച്ചിൽ അവർക്കൊരു സമരം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ട്, സമരം ക്രിയേറ്റ് ചെയ്യേണ്ട വിഷയമാണ്. നമ്മൾ ജനങ്ങളെ കോൺഫ്രണ്ട് ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ അതിനകത്തുണ്ട്. ഒരെണ്ണം പോലുമില്ല. അതെന്തുകൊണ്ട് ഒരു പ്രതിപക്ഷ പാർട്ടിക്ക്, പ്രതിപക്ഷ സ്ഥാനം എന്നുള്ളതല്ലോ, പ്രതിപക്ഷ പാർട്ടിക്ക് ഒരെണ്ണം പോലും മുൻകൈ എടുത്ത് കൊണ്ടുവരാൻ കഴിയുന്നില്ല? അപ്പം കർഷക സമരത്തിനകത്ത് ഞങ്ങൾ മെച്ചമായിരുന്നു, ഞങ്ങൾ അതിനെ മുന്നിൽ നിന്നെന്ന് പറയുമെന്നല്ലാതെ കേൾക്കുന്നവർക്കും അറിയാം, കാണുന്നവർക്കും അറിയാം കർഷക സമരത്തിനകത്ത് ഇവരുടെ പങ്ക് എന്താണ്. യെസ്, ഐ സ്റ്റോപ്പ്.